നമസ്കാരമുണ്ട്. വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഭവസമൃദ്ധമായ സദ്യയും 3 തരം പായസവും കഴിച്ച് 5ാമത്തെ പപ്പടം കിട്ടാത്തതിൻ്റെ പേരിൽ കോൺഗ്രസിനോട് പിണങ്ങിയ കെ വി തോമസിന് LDFിൻ്റെ അപ്പക്കഷ്ണം കിട്ടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതായപ്പോൾ തുടങ്ങിയതാണ് തോമസ് മാഷെ വിശപ്പ്. ഓ, എന്തൊരു വിശപ്പാണപ്പാ! എത്ര കെഞ്ചി ചോദിച്ചിട്ടും കോൺഗ്രസ്സുകാർ ഒരു ജീരകമുട്ടായി പോലും തിന്നാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ മാഷ് വിശന്നിരിക്കുമ്പോഴാണ് LDF വക നല്ല നെയ്യിൽ വെന്ത പലഹാരം. കളം മാറിയ കെ വി തോമസിന് ആഡംബര പദവി കൊടുത്ത് CPM. ക്യാബിനറ്റ് പദവിയോടെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയാക്കാൻ മന്ത്രിസഭാ തീരുമാനം. പഞ്ഞകാലത്തെ പദവിദാനം റെസിഡന്റ് കമ്മീഷണറും വേണു രാജാമണിയും നിലനിൽക്കെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. CPMൻ്റെ നേതൃത്വവും പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കൊടിയേരിയുടെ കാലഘട്ടം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, യെച്ചൂരി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടന്ന ഒരു തീരുമാനം എന്നെ അറിയിക്കുന്നു. ഡൽഹിയിലുള്ള എൻ്റെ അനുഭവ സമ്പത്തും പരിചയങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നല്ലതാണ്. അദ്ദേഹത്തിന് ഡൽഹി ക്ലൈമറ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് നല്ലതാണ്. കള്ളനെന്ന് മുദ്രകുത്തി നിങ്ങൾ പരിഹസിച്ച് അപമാനിച്ചയച്ച അതേ നന്ദകുമാരൻ തമ്പിൽ അന്ന് നിങ്ങളത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന KDE 4744 AC അംബാസഡർ കാറും അങ്ങ് സിറ്റിയിൽ ഒരു വലിയ ബംഗ്ലാവും ഉയർന്ന ഉദ്യോഗവും പദവിയും ഒന്നും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. നിന്നേക്ക പോലെ ഈ ഉരുണ്ട ബോളം കളിച്ച് ചൊറിയും കുത്തി മുരടിച്ച മനസ്സുമായി ഇന്നും ഈ കുരുവിക്കുളത്ത് ഒരനാഥ പ്രേതം പോലെ ഞാൻ അലഞ്ഞു നടക്കുമായിരുന്നു. Now I am very happy. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ഇതെല്ലാം ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ കാഴ്ചപ്പാടോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? ഇതൊക്കെ തന്നെ. ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. വികസന കാര്യത്തിന് ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. കരുണാകരൻ്റെ കാലത്താണെങ്കിലും EK നായൻ്റെ കാലത്താണെങ്കിലും ഒക്കെ വികസന കാര്യത്തിൽ അതത് കാലത്തുള്ള ഗവൺമെൻറ്റുകളുമായി യോജിച്ച് തന്നെ പോയിട്ടുണ്ട്. ഇനിയും ഉണ്ടാകും അതുപോലെ തന്നെ. ഏതായാലും കെ വി തോമസിന് ഇത്രയും കാലം കാത്തിരുന്നിട്ട് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഞാൻ ട്രൈ ചെയ്തിടാ എന്റെ ട്രൈ കണ്ട അവള് വീണു. കോൺഗ്രസിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ അവർക്ക് ഇത്തരം പദവികൾ നൽകിയ ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മോഡിയുടെ അതേ തന്ത്രമാണ് പിണറായി സ്വീകരിക്കുന്നത്. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ. പക്ഷേ കെ വി തോമസിനോടൊപ്പം ഒരു കുട്ടി പോലും കോൺഗ്രസിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്. അങ്ങനെ ഈ നക്കാപ്പിച്ച കണ്ടു പോകുന്നവരാരും കോൺഗ്രസ് പാർട്ടിയിലൊന്നുമില്ല. ഉറപ്പില്ലടാ. പോകുന്നവരെ കുറിച്ചൊന്നും ഞാൻ ആശയമൊന്നും പറയുന്നില്ല. പോകുന്നവർ പോയിക്കോട്ടെ. അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് സമാധാനം കിട്ടുമെങ്കിൽ ഓക്കെ. പക്ഷേ ഈ കിട്ടുന്ന പദവിയൊക്കെ അത്ര വലിയ കാര്യമൊന്നുമില്ല. കേരള ഹൗസിൽ പോയിട്ട് റൂമുണ്ടാവും, ശമ്പളം ഉണ്ടാവും, സുഖമായിട്ടിരിക്കുക. നമ്മളെ കണ്ടാൽ MD ആയിട്ട് തോന്നുന്നു. നിന്നെക്കാട്ടിലും വിവരം കേട്ടവന്മാർ MD-കളായിട്ട് പല സ്ഥലത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നീ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. കേരളത്തിലെ CPM-ഉം കേന്ദ്രത്തിലെ സംഘപരിവാറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൺ ഓഫീസറായിട്ടാണ് കെ വി തോമസിനെ ഇപ്പോൾ ഡൽഹിയിൽ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഇതൊക്കെ ഓരോരുത്തരെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഉള്ള നിയമനമാണിത്. ഇതിന് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനമില്ല. കേരളത്തിൻ്റെ എന്ത് താല്പര്യങ്ങളാണ് ഇതിലൂടെ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്? സത്യം പറയണോ? പറയണം. കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിച്ചോ? കോടികളുടെ ബാധ്യത ഗവൺമെന്റിന് വരുത്താം എന്നല്ലാതെ, എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് ചെയ്തു കൊടുക്കാം എന്നല്ലാതെ അതിനകത്ത് എന്ത് ഗുണമാണ് സംസ്ഥാനത്തിനുണ്ടാകുന്നത്? ജോസഫേ, കോളനിയുടെ അടിത്തറ ഇളകി തുടങ്ങിയടോ. ഇനിയാണ് ഈ കൃഷ്ണമൂർത്തിയെ കോളനിക്കാർ ശരിക്കും അറിയാൻ പോകുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തിയായി അതിലുള്ള പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിക്കും. ഡൽഹിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പുതിയ ലാവണം സൃഷ്ടിച്ചിരിക്കുന്നത്? ഡൽഹിയിൽ ഇപ്പോൾ തന്നെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി മുൻ IFS ഉദ്യോഗസ്ഥനായ ശ്രീ വേണു രാജാമണിയുണ്ട്. റെസിഡൻഷ്യൽ കമ്മീഷണറായി
സൗരഭ് ജെയിൻ എന്നുള്ള IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ വലിയ ഓഫീസ് പ്രവർത്തിക്കുന്നു. എന്തിനാണ് ഈ പുതിയ ലാവണം? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമനം? ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. ഇത്രയും ഭീമമായിട്ടുള്ള കടക്കെണിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോഴും ഗവൺമെന്റ് ഒരു ചെലവും കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. ഇന്നിപ്പോ ക്യാബിനറ്റ് പദവിയോടുകൂടി ദില്ലിയിൽ പുതിയൊരു അംബാസിഡറെ വെച്ചിരിക്കുക. എന്താണ് ദില്ലിയിൽ ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത്? തികച്ചും രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഖജനാവ് ഭീകരമായിട്ട് ഈ സർക്കാർ കൊള്ളയടിക്കുന്നത്. 6 അടി പോരെ നീലെണ്ണ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ? ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവണോ? ഒരാൾ പാർട്ടിയിലേക്ക് വന്നു, അയാൾക്ക് സ്ഥാനം കൊടുക്കണം. അതിനാണ് ഇപ്പൊ ഡൽഹിയിൽ ഒരാളെ വെച്ചിരിക്കുന്നത്, കേരളത്തിന്റെ പ്രതിനിധിയായി എന്ന് പറഞ്ഞ്. എന്തിനാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയും സ്റ്റാഫിന് അദ്ദേഹത്തിന് കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയും വലിയ ഓഫീസ് സംവിധാനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നത്? സാർ, ഞാൻ എന്ത് ജോലിയാണ് സാർ ഇവിടെ ചെയ്യേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ. അത് മോശമല്ലേ? പണ്ട് നമ്മള് വഴിയെ നടന്ന് വാചടിച്ചോണ്ടിരുന്നു, ഇപ്പൊ ഇവിടെ വെറുതെ ഇരുന്ന് വാചടിച്ചാ. അയ്യേ, നീ വെറുതെ ഇരുന്ന് വാചകം അടിച്ച ആരും ചോദിക്കാനില്ല. അതുപോലെയാണോ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യണ്ടേ? അല്ലെ ചീത്തപ്പേര് നിനക്കാ. ഞാനിവിടെ എന്ത് ജോലി ചെയ്യണമെന്ന് നീ നിശ്ചയിച്ചാൽ മതി. ചിലവർക്ക് ഒരു വിചാരമുണ്ട്, മാഷിന് അനർഹമായതാണ് കിട്ടിയതെന്ന്. എന്നാൽ അത് വെറും വിചാരം മാത്രമാണ്. മാഷ് നല്ലോണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം നേടിയത്. കോൺഗ്രസ്സുകാരെല്ലാം എതിർത്തിട്ടും മാഷ് പാർട്ടി കോൺഗ്രസ്സിലെ സെമിനാറിന് പോയി. മുഖ്യമന്ത്രിനെ വാനോളം പുകഴ്ത്തി. തൃക്കാക്കര ഇലക്ഷനിൽ ഇടത്തോട്ട് നോക്കി. സിൽവർ ലൈനിനെ സപ്പോർട്ട് ചെയ്തു. ഇത്രമാത്രം കഷ്ടപ്പെട്ട വേറെ ഏത് കോൺഗ്രസ്സുകാരനുണ്ട്? ഇനി നിങ്ങൾ പറ, മാഷിന് ഇത് അർഹതപ്പെട്ടതല്ലേ? അല്ലെങ്കിലും അനർഹമായത് എന്തെങ്കിലും മാഷ് ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാ? ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. ചുവപ്പായാലും പച്ചയായാലും ഷോളാണ്. 3 കളർ കൂടിയാണ് ഷോളാണ്. ധന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായി തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഇതിൽ പങ്കെടുക്കുന്നത്. ചിലര് അദ്ദേഹത്തിന്റെ മൂക്ക് ചെത്തിക്കളിയെന്നൊക്കെ പറയുന്ന കേട്ടിരിക്കുന്നത്. എന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോഴും കോൺഗ്രസ് നേതാവായി അദ്ദേഹം പങ്കെടുക്കുക. ഇനി നാളത്തെ കാര്യം, അതും വലുതൊന്നും സംഭവിക്കാനില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം കാണേണ്ടത്. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്കിഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നെ കുറിച്ചൊരു ആരോപണം, ഞാൻ കേരളയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യേണ്ട ഞാൻ എതിർക്കണം. ഞാൻ എന്താ പറഞ്ഞത്? വികസനത്തിന്റെ കാര്യത്തിൽ അത് സഖാവ് പിണറായി വിജയനാണോ, അതല്ല സ്റ്റാലിനാണോ, വേറൊരു നേതാവാണോ? രാജ്യത്തിന് ഗുണകരമാണോ, സംസ്ഥാനത്തിന് ഗുണകരമാണോ? ഗുണകരമാണെങ്കിൽ ആ പ്രോജക്റ്റിനോടൊപ്പം നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കേരളയിൽ എവിടെയെങ്കിലും പരാതികളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പകരം പിണറായി വിജയനാണ് കൊണ്ടുവന്ന് എങ്കിൽ ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഈ രാജ്യത്താവുന്നു.
എന്നോട് ചെന്നിട്ട് പറഞ്ഞു, മാഷെന്താ പറഞ്ഞത്, കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ. ഞാൻ മാത്രമല്ല, ഇപ്പം സ്റ്റാലിനും പറഞ്ഞു കൊള്ളാവുന്നൊരു മുഖ്യമന്ത്രിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം, എനിക്ക് അനുഭവമുണ്ട്. 2013 ഞാൻ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നപ്പോൾ ആണ് ഗെയിൽ വരുന്നത്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആ വായ്പിൻ പൂർത്തീകരിച്ചത് പിണറായി വിജയന്റെ വിൽ പവർ കൊണ്ട് മാത്രമാണ് പറയാൻ പറ്റുന്നത്. അത് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കണോ? നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദര?